ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളത്തിന്റെ സീസണുകളിൽ റോബിൻ രാധാകൃഷ്ണനെ പോലെ ആരാധകരെ സമ്പാദിച്ച ഒരു മത്സരാർത്ഥി വേറെ ഉണ്ടാകില്ല. 70 ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ പേരിലാണ് പുറത്തായത്. സീസൺ 7 ഫിനാലെയോട് അടുക്കുമ്പോൾ പി ആർ സ്റ്റണ്ടിനെ കുറിച്ചും ഫൈനലിസ്റ്റുകളെ കുറിച്ചുള്ള മത്സരത്തെക്കുറിച്ച് റോബിൻ തന്റെ മനസ്സ് തുറന്നു. ഫൈനൽ സിക്സിലായവർ മാത്രമല്ല, ഇതുവരെ മത്സരിച്ചെല്ലാം ഒരു തരത്തിൽ നോക്കിയാൽ വിജയികൾ തന്നെയാണ്. എല്ലാവരും നന്നായി കളിക്കട്ടെ, അർഹതയുൾപ്പെട്ടയാൾ മാത്രം വിജയിക്കട്ടെ, മാറട്ടെ. ഈ സീസണിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പി ആർ പ്രൊമോട്ട് ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പി ആറിന് ആളുകളെ സമീപിക്കുന്ന ഒരു സെൽഫ് ബൂസ്റ്റിങ്ങിന് വേണ്ടിയാണ്. പക്ഷേ നടക്കുന്നത് മറ്റു മത്സരത്തേക്ക് നേരെയുള്ള ഡീഗ്രേഡിംഗ് ആണ്. അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരെ പി ആറെ ആളുകൾ ഇടിച്ചു കയറുന്നു. പി ആറിന്റെ കയ്യിൽ വലിയൊരു ഡാറ്റാബേസ് ഉണ്ട്. ഒരു യുദ്ധത്തിന് പോകുന്നത് പോലെയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. ബിഗ് ബോസ് ഒരു ഷോ ആണെങ്കിലും മനുഷ്യത്വം എന്നൊന്നുണ്ടല്ലോ. അതിനെ അവർ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക. പി ആർ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും വിഷയമല്ല. മറ്റുള്ള മത്സരാർത്ഥിനെ ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക. റീ എൻട്രിയിൽ ഹൗസിലേക്ക് കയറിയവർ എന്താണ് വീണ്ടും അവിടെ ഗെയിം കളിക്കുന്നത്? കളിച്ചാലും അവർ ഇനി ടോപ്പ് 5 വരാൻ പോകുന്നില്ലല്ലോ. സ്ക്രീൻ പ്രസൻസിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. എൻ്റെ സീസണിൽ ഞാൻ റീ എൻട്രി ചെയ്യുന്ന നടത്തിയപ്പോഴും ആരും പരസ്പരം പ്രശ്നമുണ്ടാക്കില്ല. എൻ്റെ സീസണിൽ എല്ലാവരും എന്നോട് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളാരും ഹൗസിൽ വെച്ച് അതൊന്നും വിഷയമാക്കിയില്ല. നാട്ടുകാരെ കാണിക്കണം എന്നതുകൊണ്ടാണ് അവർ ഇവിടെ എല്ലാം പോയി പ്രശ്നമുണ്ടാക്കുന്നത്. നാട്ടുകാരെ കാണിക്കാതെ പേഴ്സണലി സംസാരിച്ച് തീർക്കാമായിരുന്നു. സീസൺ 2 മുതൽ ആളുകളുടെ PR ഉണ്ട്. പക്ഷേ ആരും തുറന്നു പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് എന്നോട് പറഞ്ഞിരുന്നു PR കോൺടാക്ട് ചെയ്യും, അത് എടുക്കണോ എടുക്കണ്ടേ എന്ന്. എന്നെ ആരും സമീപിച്ചില്ല, ഞാൻ എടുത്തതുമില്ല. PR ചെയ്യുന്നത് മാനിപ്പുലേഷനാണ്. വോട്ട് കൃത്രിമം കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. PR കൊടുത്തിട്ട് വരുന്നവരെ ഇനി മുതൽ ഷോയിലേക്ക് എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തമായി കളിച്ചു വരട്ടെ. അതുപോലെ റീ എൻട്രി നടത്തിയ മത്സരാർത്ഥിക്ക് അനുവിനെ ടാർഗറ്റ് ചെയ്ത് പെരുമാറിയത് മണ്ടത്തരമായി പോയി. മറ്റുള്ളവരുടെ ദേഷ്യം പോലും അനുവിന് വോട്ടായി മാറും. ആര് വിന്നറാകുമെന്ന് എനിക്കറിയില്ല. ആര് വേണമെങ്കിലും വിജയിക്കാം. കാരണം ബെസ്റ്റ് പ്ലെയറോ മത്സരാർത്ഥി ഈ സീസണില്ല. ഷോയേക്കാൾ വലുതായ മത്സരാർത്ഥിയല്ല ഈ സീസണിൽ. അനുമോൾ ഒരു പച്ച തിരുവനന്തപുരത്തുകാരിയാണ്. പുള്ളിക്കാരി ലൈഫ് അങ്ങനെ ജീവിക്കുകയാണ്. ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആളാണത്. അതിന് അഭിനന്ദിക്കണം. നെവിനും അതുപോലെ തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്തു വന്ന് ഈ സൊസൈറ്റിയിൽ നിൽക്കുന്നത്. ആര് വിജയിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബിഗ് ബോസ് അൾട്ടിമേറ്റ് വന്നാൽ പോവില്ല. എൻ്റെ പേഴ്സണൽ ലൈഫുമായി ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് റോബിൻ പറഞ്ഞു.